2024-25 അധ്യയന വർഷത്തിലെ സ്കൂൾ പാർലമെന്റ് അതിൻ്റെ നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. സ്കൂൾ അസംബ്ലി വിളിച്ചുകൂട്ടി ഫലപ്രഖ്യാപനത്തിനായുള്ള ആ നിമിഷത്തിലാണ് നാം ഇപ്പോൾ ഉള്ളത്. ലീഡറെയും ഡെപ്യൂട്ടി ലീഡറെയും തിരഞ്ഞെടുക്കുന്ന ആവേശ മുഹൂർത്തം ദൃശ്യത്തിലേക്ക്. ഫാത്തിമ ജൻഹയാണ് ലീഡർ സ്ഥാനത്തേക്ക് 4D ക്ലാസ്സിലെ ഫാത്തിമ ജൻഹയും തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. 4A ക്ലാസ്സിലെ അബിൻഷാൻ ആണ് ഡെപ്യൂട്ടി ലീഡർ. ഇവർ സന്തോഷം പങ്കുവെച്ച് നമ്മോട് സംസാരിക്കുന്നു. ഈ അധ്യയന വർഷത്തിലെ സ്കൂൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ സ്കൂൾ ലീഡറായി കിട്ടിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എനിക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച എല്ലാ വോട്ടർമാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. എനിക്ക് കഴിയുന്ന എല്ലാ സഹായവും നിങ്ങൾക്ക് ചെയ്തു തരുമെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു. ഈ വർഷത്തെ തെരഞ്ഞെടുപ്പ് സ്കൂൾ ഡെപ്യൂട്ടി ലീഡറാവാൻ സാധിച്ചത് വളരെയധികം സന്തോഷമുണ്ട്. എനിക്ക് വോട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. സ്കൂൾ HM നാസർ മാഷ് നമ്മോടൊപ്പമുണ്ട്. നമ്മുടെ സ്കൂളിലെ IULP ഇടവണ്ണ 2024-25 വർഷത്തെ സ്കൂൾ പാർലമെൻറ്റ് ഇലക്ഷന് വളരെ ഭംഗിയായിട്ട് നമുക്ക് നടത്താൻ സാധിച്ചു. അർഷദ് സാറിൻ്റെ നേതൃത്വത്തിലുള്ള ഇലക്ഷൻ ടീം വളരെ ഭംഗിയായിട്ട് അതിൻ്റെ ചട്ടങ്ങൾ പ്രകാരം തന്നെ പ്രവർത്തിച്ചു വളരെ ഭംഗിയാക്കി നമുക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട്. 9 സ്ഥാനാർത്ഥികൾ വളരെ വാശിയേറിയ ഈ മത്സരത്തിൽ സ്ഥാനാർത്ഥികളായി മത്സരത്തുണ്ടായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടി 4D ക്ലാസ്സിലെ ഫാത്തിമ ജൻഹ സ്കൂൾ ലീഡർ സ്ഥാനം കരസ്ഥമാക്കി. തൊട്ടുപിറകെ 4A ക്ലാസ്സിലെ അബിൻഷാൻ ഡെപ്യൂട്ടി ലീഡർ സ്ഥാനത്തും എത്തിയിട്ടുണ്ട്. നമ്മളെ അവർ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഒപ്പം തന്നെ മറ്റു സ്ഥാനാർത്ഥികൾ സ്കൂളിൻ്റെ വിവിധ മേഖലകളിൽ അവർക്ക് പ്രവർത്തിക്കാനുള്ള നേതൃനിരയിൽ നിന്ന് പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ അവർക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. ഏതായാലും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. ഒപ്പം സ്ഥാനാർത്ഥികളെയും സെക്കൻഡ് ലീഡർ സ്ഥാനം കരസ്ഥമാക്കിയവരെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഈ ടീമിൽ പ്രവർത്തിച്ച മുഴുവൻ സ്റ്റാഫ് അംഗങ്ങളെയും PTA പ്രസിഡന്റ് അടക്കമുള്ള ഭാരവാഹികളെയും അഭിനന്ദിക്കുകയാണ്. ആശംസകൾ അർപ്പിക്കുകയാണ്. മത്സര വിജയികൾക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് iNewsന്റെ ഇലക്ഷൻ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.